വിശദമായ വാർത്തകൾ നോക്കാം. രാജ്യത്ത് 2000 രൂപ നോട്ടുകൾ പിൻവലിക്കാൻ റിസർവ് ബാങ്ക്. സെപ്റ്റംബർ 30-ന് ശേഷം 2000 രൂപ നോട്ടുകൾ അസാധുവാകും. സെപ്റ്റംബർ 30-ന് മുമ്പ് 2000 രൂപ നോട്ടുകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുകയോ നോട്ടുകൾ മാറ്റിയെടുക്കുകയോ ചെയ്യാമെന്നും റിസർവ് ബാങ്ക് അറിയിച്ചു. 2016-ലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിച്ച പകരം പുതിയ 2000-ന്റെയും 500-ന്റെയും നോട്ടുകൾ വിപണിയിൽ ഇറക്കിയത്. കള്ളപ്പണം നിരോധിക്കൽ തുടങ്ങി നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നീക്കം. എന്നാൽ 7 വർഷത്തിന് ശേഷം അന്ന് പുറത്തിറക്കിയ 2000-ന്റെ നോട്ടുകളാണ് ഇപ്പോൾ കേന്ദ്രം പിൻവലിക്കുന്നത്. നിലവിൽ കയ്യിലുള്ള നോട്ടുകൾക്ക് നിയമസാധുത സെപ്റ്റംബർ 30 വരെ തുടരും. മെയ് 23 മുതൽ നോട്ടുകൾ ബാങ്കിലെത്തി മാറ്റാം. 2000 രൂപ നോട്ടുകൾ ബാങ്കിൽ നിക്ഷേപിക്കുകയോ മാറ്റിയെടുക്കുകയോ ചെയ്യാം. ഒരാൾക്ക് ഒറ്റത്തവണ 20,000 രൂപ മാത്രമേ ബാങ്കിൽ നൽകി മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. സെപ്റ്റംബർ 30-ന് മുമ്പ് ജനങ്ങളുടെ കൈവശമുള്ള 2000 രൂപയുടെ നോട്ടുകളെല്ലാം തിരികെ ബാങ്കുകളിൽ ഏൽപ്പിക്കണം. 2000-ന്റെ നോട്ടുകൾ ഇനി വിതരണം ചെയ്യരുതെന്ന് ബാങ്കുകൾക്കും നിർദ്ദേശം നൽകി. 2019-2020 സാമ്പത്തിക വർഷം 2000 രൂപയുടെ ഒരൊറ്റ നോട്ട് പോലും അച്ചടിച്ചിരുന്നില്ല. നിലവിൽ രാജ്യത്ത് പ്രചാരത്തിലുള്ള ഏറ്റവും മൂല്യമുള്ള നോട്ട് 2000 രൂപയാണെങ്കിൽ ഇനി ഇത് 500 രൂപയാകും. അതേസമയം നോട്ട് പിൻവലിക്കുന്നതിന്റെ ലക്ഷ്യമെന്താണെന്ന് വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ വസതി വീണ്ടും വളഞ്ഞ പോലീസ്. ഇമ്രാൻഖാൻ അഭയം നൽകിയിരിക്കുന്ന തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ലാഹോറിലെ വസതിയിൽ പരിശോധന നടത്തി. സമാൻ പാർക്കിലെ വീട്ടിൽ ലാഹോർ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സെർച്ച് വാറന്റുമായി എത്തി പരിശോധന നടത്തിയത്. ഇമ്രാൻഖാന്റെ സമാൻ പാർക്കിലെ വസതിയിൽ 30 മുതൽ 40 വരെ ഭീകരർ ഒളിച്ചിരിക്കുന്നതായാണ് പോലീസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അവരെ 24 മണിക്കൂറിനുള്ളിൽ കൈമാറണമെന്നും അല്ലെങ്കിൽ കർശന നടപടി നേരിടേണ്ടി വരുമെന്നും പോലീസ് അന്ത്യശാസനം നൽകിയിരുന്നു. G7 ഉച്ചകോടിക്ക് ഇന്ന് ജപ്പാനിലെ ഹിരോഷിമയിൽ തുടക്കമായി. G7 രാജ്യങ്ങളുടെ തലവന്മാർക്കൊപ്പം ഇന്ത്യ ഉൾപ്പെടെയുള്ള 8 രാജ്യങ്ങൾക്കും ക്ഷണമുണ്ട്. ഹിരോഷിമയിലെ യുദ്ധസ്മാരകത്തിലെ G7 രാഷ്ട്രത്തലവന്മാർ പുഷ്പചക്രം അർപ്പിച്ചു. ഞായറാഴ്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദയെയും മറ്റ് രാഷ്ട്രീയ നേതാക്കളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാണും. സമാധാനം, ഊർജ്ജം, സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി സംസാരിക്കും. G20 ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന സാഹചര്യത്തിൽ G7 ഉച്ചകോടിയിലെ തന്റെ സാന്നിധ്യം പ്രാധാന്യമുള്ളതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പാപ്പുവ ന്യൂഗിനി, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലെത്തി. ഹിരോഷിമയിലാണ് G7 ഉച്ചകോടി നടക്കുന്നത്. नरेंद्र मोदी जापान, इसके बाद पापुआ न्यू गिनी और फिर ऑस्ट्रेलिया. तो यात्रा का जो पहला पड़ाव है, जो पहला चरण है, वो है ये हम देख सकते हैं दृश्य. प्रधानमंत्री नरेंद्र मोदी जापान के हिरोशिमा में पहुंचे हैं, जहां वो G7 शिखर सम्मेलन में भाग लेंगे. കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കും. നാളെ ഉച്ചയ്ക്ക് 12:30 ബംഗളൂരു ഖണ്ഡീരവ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക. PCC പ്രസിഡന്റ് DK ശിവകുമാറാണ് ഏക ഉപമുഖ്യമന്ത്രി. ഇരുവർക്കുമൊപ്പം 20-ലധികം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തേക്കും. മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിക്കാൻ സിദ്ധരാമയ്യയും DK ശിവകുമാറും ഡൽഹിയിൽ തുടരുകയാണ്. ഇപ്പോൾ KC വേണുഗോപാലുമായി ഇരു നേതാക്കളും ചർച്ച ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളാണ് അവിടെ നിന്നും ലഭ്യമാകുന്നത്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വാഗ്ദാനം ചെയ്ത ഉറപ്പുകൾ നടപ്പാക്കുമെന്നും ഐക്യത്തോടെ മുന്നോട്ട് പോകുമെന്നും DK ശിവകുമാർ പ്രതികരിച്ചു. മന്ത്രിസഭാ രൂപീകരണത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ലഭിക്കുമെന്നും DK ശിവകുമാർ വ്യക്തമാക്കി. ನಾಳೆ ಪದಗ್ರಹಣ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಏನು ಸಿದ್ಧತೆ ಆಗ್ತಾ ಇದೆ ಅಂತ ನೋಡಲಿಕ್ಕೆ ಬಂದಿದ್ದೇನೆ. ಏಕೆಂದ್ರೆ ರಾಷ್ಟ್ರೀಯ ಎಲ್ಲ ನಾಯಕರುಗಳನ್ನ ಬರ್ತಾ ಇದ್ದಾರೆ. ಅವ್ರಿಗೆಲ್ಲ ಏನೇನು ವ್ಯವಸ್ಥೆ ಆಗಿದೆ ಏನಾಗಿದೆ ಅಂತ ನಮ್ಮ ಅನುಭವದ ಮೇಲೆ ಅವ್ರ ಹತ್ರ ಕೆಲವು ಆಫೀಸರ್ಸ್ಗೆ ಸಲಹೆ ಕೊಡಬೇಕು ಅಂತ ಬಂದಿದ್ದೇನೆ. ಸೊ ಅದೆಲ್ಲ ಮಾಡ್ತಾರೆ. ಎರಡನೇದು ನಾನು ಮುಖ್ಯ ತಮಗೆಲ್ಲ ಕೇಳೋದು, ರಾಜ್ಯದ ಜನತೆ ನೀವು ಯಾರು ಇನ್ವಿಟೇಷನ್ಗೆ ಕಾಯಬೇಕಾಗಿಲ್ಲ. ಎಲ್ಲರಿಗೂ ಕೂಡ ಆಹ್ವಾನ ಉಂಟು. ಎಲ್ಲರೂ ಕೂಡ ಬಂದು ಈ ಒಂದು ಬಿಸಿಲಿರ್ತದೆ, ದಯವಿಟ್ಟು ತಾಳ್ಮೆಯಿಂದ 1 ಗಂಟೆಗಳ ಕಾಲ ತಾವು ತಡ್ಕೊಂಡು ಮುಂಚಿತವಾಗಿ ಬಂದು
ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ತಾವು ಪಾಲ್ಗೊಳ್ಳಬೇಕು ಅಂತೇಳಿ ತಮ್ಮಲ್ಲಿ ನಾನು ಮನವಿ ಮಾಡ್ಕೊಳ್ತೇನೆ. ನಾಳೆ ಪ್ರಮಾಣ ವಚನಕ್ಕಿಂತ ಇದೊಂದು ಇಡೀ ದೇಶದ ಬಿಜೆಪಿಗೆ ಒಂದು ಸಂದೇಶ ಕೂಡ ಶಕ್ತಿ ಪ್ರದರ್ಶನ ಹೇಗೆ ಅಂತ ಸರ್? ನಮ್ದು ಯಾರಿಗೂ ಸಂದೇಶ ಕೊಡಬೇಕಾಗಿಲ್ಲ, ಜನ ಕೊಟ್ಟಿರೋ ಸಂದೇಶನೇ ಸಾಕು ನಮಗೆ. കോൺഗ്രസ് ലിംഗായത്ത് വിഭാഗങ്ങളെ അവഗണിക്കില്ലെന്നാണ് ശുഭപ്രതീക്ഷയെന്ന് എം പി പാട്ടീലും പ്രതികരിച്ചു. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുമെന്നും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുമെന്നും ജി പരമേശ്വരയും വ്യക്തമാക്കി. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം രമ്യമായി പരിഹരിച്ചതിൽ സന്തോഷമുണ്ടെന്നും ജി പരമേശ്വര പറഞ്ഞു. I am very happy that the entire exercise has been settled amicably, and both Siddaramaiah ji and Shivakumar ji has been assigned CM and DCM positions. And I am sure that they will take everybody together so that our manifesto will be implemented in total. No, they are not in question mark. The positions are going to be given to everybody. Whoever is the senior, definitely some will get, some may not get, and everybody has to be cooperative. No, that is not. See, mine is not an individual question. Mine is not so important compared to party position. Party is supreme. മറ്റു വാർത്തകൾ നോക്കാം. വികസന ട്രാക്കിൽ അതിവേഗം കുതിക്കുന്ന ഇത്തിഹാദ് റെയിൽ ആഡംബര ട്രെയിൻ സർവീസിനൊരുങ്ങുന്നു. രാജ്യത്തിന്റെ പൈതൃക സാംസ്കാരിക കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തിയാകും സർവീസ്. ഫെബ്രുവരിയിൽ UAE-യിലുടനീളം ചരക്ക് ഗതാഗതം ട്രാക്കിലാക്കിയ ഇത്തിഹാദ് റെയിൽ അടുത്ത വർഷം യാത്രാ ട്രെയിൻ ആരംഭിക്കാനിരിക്കെയാണ് വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് സർവീസ് പ്രഖ്യാപിച്ചത്. ഇറ്റാലിയൻ കമ്പനി ആഴ്സണലും ഇത്തിഹാദ് റെയിലും കരാറിൽ ഒപ്പിട്ടു. റെയിൽ ക്രോസിംഗ് പദ്ധതിയിലൂടെ ഫുജൈറയിൽ നിന്ന് തുടങ്ങി വിവിധ എമിറേറ്റുകളിലൂടെ അബുദാബിയിലെ ചരിത്രപ്രസിദ്ധമായ ലിവ മരുഭൂമിയിൽ അവസാനിക്കും വിധത്തിലാണ് പദ്ധതി. പഴയകാല റെയിൽവേ യാത്രകൾക്ക് സമാനമാണെങ്കിലും ട്രെയിൻ ഇമിറാത്തി പൈതൃകം പ്രതിഫലിപ്പിക്കും. പാസഞ്ചർ സർവീസിനുള്ള അവസാനവട്ട ഒരുക്കം അതിവേഗം പുരോഗമിക്കുന്നു. അടുത്ത വർഷത്തോടെ യാത്രാ ട്രെയിൻ ഓടിത്തുടങ്ങുമെന്നാണ് സൂചന. ദേശീയ റെയിൽ ശൃംഖലയിലൂടെ UAE-യിൽ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ച നേടാനാകുമെന്ന് ഇത്തിഹാദ് റെയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഷാദ് മലക് പറഞ്ഞു. സൗദി അറേബ്യയുടെ ആഡംബര പദ്ധതിയായ ദി ഡ്രീം ഓഫ് ഡെസേർട്ടിന് ശേഷം ഗൾഫ് മേഖലയിലെ രണ്ടാമത്തെ പദ്ധതിയാണിത്. UAE ആഡംബര റെയിൽ ഭാവിയിൽ GCC-യിലേക്ക് വ്യാപിപ്പിക്കാനും പദ്ധതിയുണ്ട്. ന്യൂസ് 18 അബുദാബി. സംസ്ഥാന സർക്കാരിനെതിരെ യുവമോർച്ചയുടെ നൈറ്റ് മാർച്ച്. തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. സർക്കാരിനെതിരെ ആർത്തിരങ്ങുന്ന പ്രതിഷേധമിതാ കടന്നു വരുന്നു. യുവമോർച്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന നൈറ്റ് മാർച്ചിനാണ് കടന്നു വരുന്നു. അകന്നതിന്റെ കാർമീകത്താൽ വീടപ്പെട്ട കേരളത്തിൽ യുവത്വത്തിന് വൈത്താങ്ങായി യുവതിയുടെ കൂട്ടരാക്കി മാറ്റി നൈറ്റ് മാർച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കേരള രാഷ്ട്രീയത്തിലെ മഹാദുരന്തത്തിന്റെ 2ാം വാർഷികമാണ് നാളെയെന്ന് വി മുരളീധരൻ കുറ്റപ്പെടുത്തി. ഇങ്ങനെ വ്യാജന്മാരുടെ ഒരു സർക്കാരിനെ കേരളം ഇന്നുവരെ കണ്ടിട്ടില്ല. വന്യമൃഗശല്യം തടയാൻ കേന്ദ്രം നൽകുന്ന പണം ചെലവഴിക്കാതെ ജനങ്ങളെ ചാവാൻ വിട്ടുകൊടുക്കുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും വി മുരളീധരൻ ആരോപിച്ചു. ഈ സർക്കാരിനെ കഴിഞ്ഞ 2 കൊല്ലക്കാലത്തെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാൽ ഇങ്ങനെ വ്യാജന്മാരുടെ ഒരു സർക്കാർ കേരളം ഇന്നുവരെ കണ്ടിട്ടില്ല. ഈ സർക്കാരിന്റെ 2 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഏറ്റവും വിലക്കയറ്റം ഏറ്റവും രൂക്ഷമായി തുടരുന്ന ഒരു സംസ്ഥാനം, അങ്ങനെ ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. വെള്ളത്തിന് മുതൽ പെട്രോളിന് വരെ രാജ്യത്തെ ഏറ്റവും അധികം വില നൽകേണ്ട സംസ്ഥാനം, അങ്ങനെ ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. വൈദ്യുതിയും പാലും ഉൾപ്പെടെ എല്ലാ മേഖലയിലും വിലക്കയറ്റം കൊണ്ട് സാധാരണക്കാരന് പൊറുതിമുട്ടുന്ന സാഹചര്യം, ആ സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത് ഈ സർക്കാരാണ്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നീന്തൽക്കുളം നവീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കഴിഞ്ഞ കൊല്ലം 32 ലക്ഷം രൂപ മുടക്കിയിട്ട് 1ാം ടേമിൽ നവീകരിച്ച നീന്തൽക്കുളം
ഇന്നലെ ഞാനൊരു പത്രത്തിൽ വായിച്ചു 4 ലക്ഷം വീണ്ടും ചെലവാക്കിയിരിക്കുന്നു. ഇടവേള. മറ്റു വാർത്തകൾ നോക്കാം. റെക്കോർഡ് വിജയവുമായി SSLC പരീക്ഷാ ഫലം 99.70% വിജയശതമാനം. 68,604 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. ഏറ്റവും കൂടുതൽ വിജയം കണ്ണൂർ ജില്ലയിലും കുറവ് വയനാട് ജില്ലയിലുമാണ്. ഏറ്റവും കൂടുതൽ A+ നേടിയ വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിലാണ്. +1 പ്രവേശന നടപടികൾ അടുത്ത ആഴ്ചയോടെ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. 2021 ഇതിനു മുൻപ് ഏറ്റവും ഉയർന്ന വിജയശതമാനം. 99.47% പേർ അന്ന് ഉപരിപഠനത്തിന് അർഹത നേടി. ആ റെക്കോർഡ് പഴങ്കഥയായി. വിജയശതമാനം 99.70%. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം 99.26%. ഈ വർഷത്തെ വർധനവ് 0.44%. 68,604 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കണ്ണൂർ 99.94%. കുറവ് വയനാട് 98.41%. വിദ്യാഭ്യാസ ജില്ലകളിൽ മുന്നിൽ പാലയും മൂവാറ്റുപുഴയുമാണ്. 2 വർഷങ്ങൾക്ക് ശേഷം ഗ്രേസ് മാർക്ക് പുനഃസ്ഥാപിച്ചപ്പോൾ 1,38,086 പേർക്കാണ് ആനുകൂല്യം ലഭിച്ചത്. 24,422 പേർ ഇതിലൂടെ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. പുനർമൂല്യനിർണ്ണയം, സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്കായി വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ ഈ മാസം 25 വരെ അപേക്ഷിക്കാം. സേ പരീക്ഷകൾ ജൂൺ 7 മുതൽ 14 വരെയായി നടക്കും. ഫലപ്രഖ്യാപനം ജൂൺ അവസാനം. അടുത്തയാഴ്ചയോടെ +1 പ്രവേശനത്തിന്റെ പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനം. ഗൾഫ് മേഖലയിൽ വിജയം 97.3%, ലക്ഷദ്വീപിൽ 97.92%. 100 മേനി വിജയം നേടിയ സ്കൂളുകളുടെ എണ്ണവും ഇത്തവണ വർദ്ധിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങി സാരംഗ് വിജയിച്ചു. പക്ഷേ അപ്പോഴേക്കും അവനെ വിധി തോൽപ്പിച്ചിരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 10ാം ക്ലാസ്സുകാരൻ സാരംഗിന്റെ വിയോഗം നാടിന്റെ വേദനയായി മാറി. പരീക്ഷാഫലം വരുന്നതിന് തൊട്ടു മുൻപെയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ ബോയ്സ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി BR സാരംഗ് മരണത്തിന് കീഴടങ്ങിയത്. വിദ്യാലയത്തിൽ പൊതുദർശനം നടക്കവെയാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിക്കൊണ്ടുള്ള സാരംഗിന്റെ റിസൾട്ട് പുറത്തുവരുന്നത്. താങ്ങാവുന്നതിനുമപ്പുറമാണ് ഒരു നാടിന്റെ വേദന. പഠിച്ച സ്കൂളിൽ കണ്ണീരിനെ സാക്ഷിയാക്കി സാരംഗിന്റെ ഓർമ്മ. സാരംഗ് നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും അവയവ ദാനത്തിലൂടെ ജീവന്റെ തുടിപ്പുകൾ ഈ ലോകത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. 6 പേർക്കാണ് അവയവദാനം നൽകിയത്. സങ്കടക്കടലിനിടയിലും സാരംഗിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം കാണിച്ച സന്നദ്ധതയെ ഹൃദയം കൊണ്ട് നമുക്കെല്ലാവർക്കും അഭിനന്ദിക്കാം. ചേതനയറ്റ ശരീരത്തിൽ അവസാന പട്ടുതുണിയായി മികച്ച വിജയം അവനോട് ചേർന്നു. വിധി തോൽപ്പിച്ചവൻ അതറിയാതെ നിശ്ചലമായി കിടന്നു. അമ്മയോടൊപ്പം ഓട്ടോയിൽ സഞ്ചരിക്കെ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന സാരംഗ് കഴിഞ്ഞ ബുധനാഴ്ച രാവിലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. സാരംഗിന്റെ അവയവങ്ങൾ 10 പേർക്കായി ദാനം ചെയ്തു. കണ്ണുകൾ, കരൾ, ഹൃദയം, മജ്ജ തുടങ്ങിയ അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ സമ്മതം നൽകിയതോടെയാണ് നടപടികൾ പൂർത്തിയായത്. കോട്ടയം സ്വദേശിയായ കുട്ടിക്ക് വേണ്ടി ഹൃദയം കഴിഞ്ഞ ദിവസം തന്നെ കൊണ്ടുപോയിരുന്നു. മൃതദേഹത്തിൽ സഹപാഠികളും അധ്യാപകരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. SSLC പരീക്ഷാ റിസൾട്ട് വരുന്നതിന് തൊട്ടു മുൻപ് മരണത്തിന് കീഴടങ്ങിയ സാരംഗ് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന അതേ ദിവസം തന്നെ കൂട്ടുകാർക്കിടയിലേക്ക് എത്തിയത് ജീവനറ്റ ശരീരമായി. കേരള ബ്ലാസ്റ്റേഴ്സ് ആറ്റിങ്ങലിൽ നടത്തുന്ന ഫുട്ബോൾ പരിശീലനത്തിൽ പങ്കെടുക്കുകയായിരുന്നു സാരംഗ്. ഫുട്ബോൾ താരമാവുക എന്നതായിരുന്നു വലിയ ആഗ്രഹം. ആശുപത്രി കിടക്കയിൽ കഴിയുമ്പോഴും ഫുട്ബോൾ കളിക്കാനുള്ള ബൂട്ട് വാങ്ങണമെന്ന ആഗ്രഹമാണ് സാരംഗ് ഉറ്റവരോട് പറഞ്ഞത്. മൃതദേഹം വിദ്യാലയത്തിൽ പൊതുദർശനത്തിന് വെച്ചത് ഫുട്ബോൾ ജേഴ്സി അണിയിച്ച്. കരവാരം വഞ്ചിയൂർ നികുഞ്ചത്തിൽ ബിനീഷ് കുമാറിന്റെയും രജനിയുടെയും മകനാണ് സാരംഗ്. യാശ്വന്ത് ഏക സഹോദരനാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസിൽ NIA ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ മുഹമ്മദ് മോനിസിന്റെ പിതാവ് തൂങ്ങി മരിച്ച നിലയിൽ. ഡൽഹി ഷഹീൻബാഗ് സ്വദേശി മുഹമ്മദ് ഷാഫിഖാനെയാണ് കൊച്ചിയിലെ ഹോട്ടലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ഡൽഹി ഷഹീൻബാഗ് സ്വദേശി മുഹമ്മദ് ഷാഫിഖിനെ കടവന്ത്രയിലെ ഹോട്ടലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ കഴിഞ്ഞ 16 മുതൽ ഇയാളുടെ മകൻ മുഹമ്മദ് മോനിസിനെ NIA കൊച്ചിയിൽ ചോദ്യം ചെയ്യുകയാണ്. ഈ മാസം 16-നാണ് കടവന്ത്രയിലെ ഹോട്ടലിൽ അച്ഛനും മകനും മുറിയെടുക്കുന്നത്. ചോദ്യം ചെയ്യലിനായി മകനോടൊപ്പം NIA ഓഫീസിലേക്ക് ഷാഫിഖും പോയിരുന്നു. രാവിലെ ശുചിമുറിയിൽ കയറിയ പിതാവ് വാതിൽ തുറക്കാതിരുന്നതോടെ മകൻ തന്നെയാണ് ഹോട്ടൽ ജീവനക്കാരെ വിവരമറിയിക്കുന്നത്. മൃതദേഹം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്.
എലത്തൂർ തീവെപ്പ് കേസ് പ്രതി ഷാരൂഖ് സൈഫിയുടെ സിം കാർഡുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മുഹമ്മദ് മോനിസിന് ഇയാളുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമായിരുന്നു. ന്യൂസ് 18 കൊച്ചി. കോട്ടയം കണമലയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 പേർ മരിച്ചു. കണമല അട്ടിവളവിൽ പുറത്തേൽ ചാക്കോ, പ്ലവനാക്കുഴിയിൽ തോമസ് എന്നിവരാണ് മരിച്ചത്. അക്രമാസക്തനായ കാട്ടുപോത്തിനെ പിടികൂടാൻ വനംവകുപ്പ് നടപടി തുടങ്ങി. ഇന്ന് രാവിലെ വീടിന് മുന്നിൽ വിശ്രമിക്കുകയായിരുന്ന ചാക്കോയെയാണ് ആദ്യം കാട്ടുപോത്ത് കുത്തിയത്. സംഭവസ്ഥലത്ത് തന്നെ ചാക്കോ മരിച്ചു. തൊട്ടുപിന്നാലെ വീടിന് സമീപത്തെ തോട്ടത്തിൽ നിന്നിരുന്ന തോമസിനെ ആക്രമിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് തോമസ് മരിച്ചത്. സംഭവത്തെ തുടർന്ന് വലിയ ജനരോഷമാണ് കണമലയിലുണ്ടായത്. നാട്ടുകാർ വൈകുന്നേരം 4:30 വരെ റോഡ് ഉപരോധിച്ചു. ജില്ലാ കളക്ടർ നേരിട്ടെത്തി ചർച്ച നടത്തിയതോടെയാണ് സമരം പിൻവലിച്ചത്. അടിയന്തരമായി എല്ലാ നടപടികളും സ്വീകരിക്കും. നമുക്ക് ദുഃഖകരമായ വിഷമകരമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അല്ല, അടിയന്തരമായി ഇക്കാര്യത്തിൽ വനം വകുപ്പ് അധികൃതരോട് ആവശ്യമായ സുരക്ഷാ സംവിധാനം ഒരുക്കാൻ നിർദ്ദേശിക്കുകയാണ്. വളരെ പെട്ടെന്ന് ചെയ്യാൻ ഇടപെടും. ഇരുവർക്കും 10 ലക്ഷം രൂപ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. 5 ലക്ഷം രൂപ നാളെ തന്നെ വിതരണം ചെയ്യും. ബാക്കി തുക പിന്നീട്. കൂടുതൽ ധനസഹായത്തിനും ജില്ലാ കളക്ടർ സർക്കാരിനോട് ശുപാർശ ചെയ്യും. അതേസമയം കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള നടപടികൾ വനംവകുപ്പ് തുടങ്ങി. രാവിലെ ആക്രമണം നടത്തിയ ശേഷം കാട്ടിനുള്ളിലേക്ക് പോത്ത് ഓടിപ്പോയിട്ടുണ്ട്. ഇനി തിരികെ ഇറങ്ങിയാൽ മാത്രമായിരിക്കും ഇതിനെ പിടികൂടി ഉൾക്കാട്ടിലേക്ക് വിടാൻ ശ്രമിക്കുക. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കൊല്ലം ഇടമുളയ്ക്കലിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വൃദ്ധന് ദാരുണാന്ത്യം. ഇടമുളയ്ക്കൽ കൊടിഞ്ഞൽ സ്വദേശി വർഗീസാണ് മരിച്ചത്. വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ നിൽക്കവേ പാഞ്ഞെത്തിയ കാട്ടുപോത്ത് വർഗീസിനെ കുത്തുകയായിരുന്നു. അല്പസമയം കഴിഞ്ഞ് കാട്ടുപോത്തുകളിൽ ഒന്ന് കുഴഞ്ഞു വീണ് ചത്തു. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ SFI ആൾമാറാട്ടം ക്രിമിനൽ കുറ്റമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നിയമപരമായി നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായി നേരിടും. വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. SFI ആൾമാറാട്ടത്തിൽ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ നടപടിയെന്ന് മന്ത്രി ആർ ബിന്ദു. ഉത്തരവാദിത്തം പ്രിൻസിപ്പലിനാണെന്നും വിഷയത്തിൽ അന്വേഷണം തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. അതിന്റെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം മറുപടി പറയാം. അത് പ്രിൻസിപ്പലാണ് സാക്ഷ്യപ്പെടുത്തേണ്ടത്, ആരാണ് കൗൺസിലർ എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കൃത്യമായ വിവരം എടുക്കാനായിട്ട് DCEയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടി നടപടി അതിലേക്ക് കിടക്കും. റിപ്പോർട്ട് കിട്ടട്ടെ, എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കാം. അതല്ലേ ശരി. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമികമായിട്ട് കണ്ടെത്തിയിട്ടല്ല, ഫൈനലായിട്ട് കണ്ടെത്തുമ്പോൾ നിങ്ങളെ തന്നെ വിളിച്ച് അറിയിക്കാം. ഗൾഫ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.